നമ്മൾ തന്നെ പ്രവാസികളാവുമ്പോൾ അവിടെ ഇവിടെയും ജീവിച്ചുള്ള കാശ് മുഴുവനും മുടക്കിയിട്ടാണ് ഏറ്റവും വലിയ ബംഗ്ലാവ് നാട്ടിൽ പണിതിട്ടിക്കണത്. അന്ന് തന്നെ ഞാൻ പറഞ്ഞതാണ് ഇത് വേണ്ടാന്ന്. ഇപ്പൊ മക്കൾ അതേ താവഴി കൂടെയാണ് ഇപ്പൊ ഈ പോണത്. എന്താണ് എൻ്റെ മോള് പറയുന്നുണ്ട്, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ഇവിടെ 2 വാടക കൊടുത്തിട്ടാണ് താമസിക്കണത്. ഈ ഫുള്ള് സാധനങ്ങൾ ഉപ്പിട്ട് കർപ്പൂരം വരെ അവർക്ക് കിട്ടിയിട്ട് ഇങ്ങനെ ഒരു വീട് മേടിക്കാന്ന് പറഞ്ഞപ്പോൾ 3 ബെഡ്റൂം 2 ബെഡ്റൂമിന്റെ കാശിനാണ് അവർ മേടിച്ചത്. ഇത് കണ്ടില്ലേ, ഇപ്പൊ അവർ 2 ജോലിക്ക് പോയി, അവർക്ക് 2 നല്ല ജോലി ഉണ്ട്, അധ്വാനിച്ച് ഇത് വീട്ടാനുള്ള പൈസ ഉണ്ടെങ്കിൽ പിന്നെ എന്താണ്, നല്ലപോലെ ഒരു വീട് മേടിക്കാനായില്ലേ. അവർ അന്നത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഈ കാണുന്ന സൗകര്യത്തിൽ ഇപ്പൊ എനിക്കിവിടെ സമാധാനമായിട്ട് അവർ ജോലിക്ക് പോകുമ്പോൾ ഒരു വീട്ടിൽ നിൽക്കാനും ആയി, അവിടെ എവിടെയും വല്ലവരെ വീട്ടിൽ നിന്നുള്ള ഒന്നുമില്ല. മക്കളായാലും ട്യൂഷനും ഇതൊക്കെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ ഒരു വീട് അവർക്ക് കിട്ടുകയും ചെയ്ത്, എന്താ സൗകര്യത്തിലുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്തോ ഒരു ചന്തത്തിലാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലൊക്കെ ഒരു വീട് നമ്മളെ നാട്ടിൽ പണിത് വരുമ്പോഴത്തേന് ഈ അധ്വാനിച്ച മുഴുവൻ പൈസ കൊടുക്കേണ്ടി വരും. എന്തായാലും വേണ്ടില്ല, എൻ്റെ മക്കൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സമാധാനം. ഞങ്ങളെ ജീവിച്ചില്ല, ഇനിയുള്ള മക്കളെങ്കിലും ഇന്നത്തെ കാലത്ത് ജീവിക്കട്ടെ. അവർക്ക് പറ്റണ ഏറ്റവും നല്ലൊരു ലൊക്കേഷനും ഇത്ര സ്ഥലത്ത് എന്ത് രസമുള്ള ഒരു സ്ഥലം. അല്ലോ, ഇതുപോലൊക്കെ ഒരു സ്ഥലത്ത് മക്കളെ നിങ്ങൾക്ക് വീട് വേണമെങ്കിൽ താഴെ നമ്പറിലൊന്ന് വിളിച്ചു നോക്കി. നിങ്ങളും ഇനി ഇതുപോലത്തെ അബദ്ധമൊന്നും ചെയ്യണ്ട. പ്രവാസി എന്നിട്ട് ജീവിതം ഒന്നും കളയണ്ട. നമ്മൾ ജീവിച്ചത് മാത്രമേ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ കയ്യിൽ ഉണ്ടാവുള്ളൂ. കയ്യിലുള്ള കാശ് മുഴുവൻ കൊണ്ട് എവിടെയെങ്കിലും ഇടാണ്ട് നമുക്ക് ജീവിക്കാനുള്ളടത്തിടുക. നമ്മളെ മക്കൾ സന്തോഷമായിട്ട് ജീവിക്കട്ടെ.